ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടമുള്ള ഒരു പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഞാൻ ഇന്ന് ഈ വിഷയം ഓപ്പൺ ചെയ്യാൻ കാരണം അടുത്ത മാസം ഏപ്രിൽ 6 തിരൂര് വെച്ച് നടക്കാൻ പോകുന്ന കേരളത്തിലെ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് പ്രൊമോട്ട് ചെയ്ത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം പദ്ധതികളുടെ ഒരു ഭാഗമായിക്കൊണ്ട് ഏപ്രിൽ 6 തിരൂർ വെച്ച് നടക്കാൻ പോകുന്ന സെൽഫ് ബ്രാൻഡിംഗ് ടെക്നിക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും ഏപ്രിൽ 6 അവിടെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് വിവിധ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇറ്റ്സ് എ 1 day വർക്ക്ഷോപ്പ് ആൻഡ് താല്പര്യമുള്ള ആളുകൾ ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ച് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക, സീറ്റുകൾ ബുക്ക് ചെയ്യുക. ഞാൻ ആ നമ്പർ ഇതിൻ്റെ കൂടെ തരുന്നതാണ്. ഇവിടെ ഞാൻ സെൽഫ് ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയാൻ കാരണം ഐ എം നോട്ട് ഷുവർ എത്ര ആളുകൾക്കാണ് അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്നറിയില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സീറ്റ് പരിമിതി മാത്രമാണ് നമുക്കുള്ളത്. എന്നാൽ പോലും അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 or 5 ട്രെയിനേഴ്സ് അണിനിരക്കുന്ന സെൽഫ് ബ്രാൻഡിങ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന വളരെ നല്ല ഒരു ട്രെയിനിങ് സെഷനാണ് അന്ന് നടക്കാൻ പോകുന്നത്. എന്നാൽ പോലും എന്താണ് സെൽഫ് ബ്രാൻഡിങ് എന്നതിനെക്കുറിച്ച് ഒരു ആകത്തുക നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് റിഫ്ലക്ഷൻ. സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കഴിവുള്ള ആളുകൾ സമൂഹത്തിൽ അറിയപ്പെടാതെ പോവാനോ അതല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാത്തത് കൊണ്ട് തൻ്റെ സ്കില്ലുകൾ ലോകം അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ അറിയാതിരിക്കാനോ സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിലുള്ള കഴിവ് എന്താണോ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ആ കഴിവുകളെ സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും, നിങ്ങളെ ലോകം തിരിച്ചറിയും എന്നുള്ളതാണ് സെൽഫ് ബ്രാൻഡിങ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ സെൽഫ് ബ്രാൻഡിങ് ചെയ്യേണ്ട രീതികളുണ്ട്, അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഉണ്ട്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം പല സെൽഫ് ബ്രാൻഡഡ് മോഡലുകളും നമ്മുടെ മുന്നിൽ തകർന്നടിയുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒട്ടും പ്രൊമോട്ട് ചെയ്യാത്ത, സ്വയം ഒന്നും അതിനു വേണ്ടി ശ്രമം നടത്താതെ വളരെ നല്ല നിലയിൽ തിളങ്ങി നിൽക്കുന്ന നല്ല ബ്രാൻഡുകൾ, സെൽഫ് ബ്രാൻഡഡ് പേഴ്സണാലിറ്റികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സെൽഫ് റിഫ്ലക്ഷൻ നല്ല രൂപത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ബിക്കം എ ബ്രാൻഡ് ഇൻ ദ പബ്ലിക് ഏരിയ. അതാണ് നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ്. നിങ്ങൾക്കൊരു സെൽഫ് ബ്രാൻഡ് ആവണമെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളിൽ ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ആ കഴിവിനെ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളെ ലോകം തിരിച്ചറിയുകയും നിങ്ങളുടെ ആ പ്രത്യേകം ഒരു ക്രെഡൻഷ്യൽ ഏരിയയെ അവർ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്കതിനുള്ള സ്ഥാനമാനങ്ങൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ ലഭിക്കും. ഇതാണ് വാട്ട് മേക്സ് യു ഡിഫറെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ബ്രാൻഡ് പർപ്പസ്. ഈ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ ബ്രാൻഡ് ചെയ്യുന്നത് ഒട്ടും തെറ്റല്ല. ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ ആൻഡ് മെനി പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾ സ്വയം ബ്രാൻഡ് ചെയ്യപ്പെടും. നമ്മൾ അതിനു വേണ്ടി സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല, അതിന് ഇതര മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സെൽഫ് ബ്രാൻഡിങ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് റിഫ്ലക്ഷനാണ്. ഈ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളാണ് ജ്വലിച്ച് നിൽക്കുന്നത്. സോ അതിനെ ലോകം കാണുകയും അത് തിരിച്ചറിയുകയും ചെയ്യും. സോ ബ്രാൻഡ് പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ സ്വയം അടയാളപ്പെടുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, to whom you are trying to reach. നിങ്ങൾ എന്ന വ്യക്തി സത്യത്തിൽ ആരുമായാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചുറ്റുപാടിൽ ധാരാളം ആളുകളുണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. അതിൽ നിന്നും
എല്ലാ ആളുകളുമായി നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ യു വിൽ ബി നോവർ. സോ നിങ്ങളുടെ ഏരിയ നിങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് എങ്കിൽ അവരുമായി കൃത്യമായി നിങ്ങൾ സംവദിക്കുക, നിങ്ങൾ ഇടപഴകുക, കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവരുമായി കൂടുതൽ ചർച്ചകളിൽ ഏർപ്പെടുക. ഇതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബ്രാൻഡിങ് പ്രോസസ് വിൽ ബി മച്ച് ഈസിയർ. അതുപോലെ തന്നെ ടൈലർ യുവർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അളന്ന് കുറിച്ച് തൂക്കി വ്യക്തമാക്കി കൊണ്ടായിരിക്കണം നിങ്ങൾ മെസ്സേജ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ മുന്നിലുള്ള ആളുകൾക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ കൃത്യമായും വളരെ കണിശമായും അതിനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് ഒരു പക്ഷേ പ്രസംഗത്തിലൂടെ ആവാം, മറ്റൊരു രീതി എന്ന് പറയുന്നത് എഴുത്തിലൂടെ ആവാം, കവിത രചിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പാട്ട് പാടിക്കൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പല രൂപത്തിലും നിങ്ങൾക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഏത് മാർഗമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് അപ് ടു യു. അതാണ് പറയുന്നത്, നിങ്ങളുടെ മെസ്സേജ് കൃത്യമായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ബ്രാൻഡിങ്ങിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ടെൽ യുവർ സ്റ്റോറി. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എല്ലാം ഒരു കഥ പോലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കഥ കേൾക്കുന്ന ഒരു ലാഘവത്തോടെ ആളുകൾ ആ വിഷയത്തെ ഉൾക്കൊള്ളും. നമ്മൾ പലപ്പോഴും പഠിക്കുന്ന ഒരു വിഷയം പലപ്പോഴും നമുക്ക് അറിയാറില്ല. നമ്മൾ ധാരാളം വിഷയങ്ങൾ അക്കാഡമിക് തലത്തിൽ പഠിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കൃത്യമായ ഒരു പേജോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ എക്സാക്ട് ക്വസ്റ്റ്യൻസോ ഡെഫിനിഷൻസോ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതേ അവസരത്തിൽ നിങ്ങൾ വളരെ മുമ്പ് ചെറുപ്പത്തിൽ കണ്ട ഒരു ഫിലിമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ കഥ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ മണി ആ കഥ പറഞ്ഞു കൊടുക്കും. ബിക്കോസ് നിങ്ങളൊരു കഥയുടെ രൂപത്തിലാണ് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സെൽഫ് ബ്രാൻഡിങ്ങിന് പോകുന്ന ആൾ എപ്പോഴും കഥകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അതിനുള്ള എഫേർട്സ് എടുത്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് ബ്രാൻഡിങ് ശ്രമിക്കേണ്ടത് എന്ന് എന്തുകൂടി മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹൈലൈറ്റ് യുവർ എക്സ്പെർട്ടൈസ്. ഓരോ ആളുകൾക്കും തന്നിൽ ഒരു വിശ്വാസമുള്ളതോടൊപ്പം തന്നെ നിങ്ങളിൽ ഓരോ ആളുകൾക്കും ഒരു പ്രത്യേക കഴിവിൽ മറ്റുള്ളവരിൽ നിന്നും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളായി മാറുമ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ബ്രാൻഡായി അറിയപ്പെടും. ആ അറിവിനെ നിങ്ങൾ എപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് അത്തരം ഡാറ്റകളും ഇൻഫോർമേഷൻസുകളും കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. മറ്റൊന്നാണ്, സെൽഫ് ബ്രാൻഡിങ് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ബി ഓതൻറ്റിക് എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം എന്നത് വളരെ ഓതൻറ്റിക്കായി ആളുകൾക്ക് തോന്നണം. നിങ്ങളിൽ നിന്നും അതിനെക്കുറിച്ചൊരു അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർ മറ്റൊരാളെടുത്ത് പോയി ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ബി ഓതൻറ്റിക് എന്ന് പറയുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ എന്താവട്ടെ അത് കൃത്യമായി ശാസ്ത്രീയമായും അതുപോലെ തന്നെ സത്യസന്ധമായും ഉള്ളതായും പഠനങ്ങൾ നടത്തിയ ശേഷവും റിസർച്ച് നടത്തിയ ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ ബ്രാൻഡിങ് പ്രോസസ്സിലേക്ക് വരേണ്ടത്. ഈ ബ്രാൻഡിങ് പ്രോസസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട പ്രധാന ക്വാളിറ്റിയാണ് അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഓതൻറ്റിക്കായ ഇൻഫോർമേഷൻസ് അവർക്ക് ഉണ്ടായിരിക്കണമെന്നത്. മറ്റൊന്ന്, നിങ്ങളുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് സെൽഫ് ബ്രാൻഡായി അറിയപ്പെടണമെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വേദികളും നിങ്ങൾ ചെന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓഡിയൻസ് വരുന്ന വേദികളിൽ മാത്രം നിങ്ങൾ പങ്കെടുക്കുക, മറ്റുള്ള വേദികളിൽ നിന്നും ബൈ പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതാണ്. എല്ലാ വേദികളും നിങ്ങൾ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വേദിയിലും ശ്രദ്ധിക്കപ്പെടാത്തൊരു വ്യക്തിയായി മാറും. സോ വളരെ ഇൻഫോർമേറ്റീവായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നെവർ യൂസ് ഓൾ പ്ലാറ്റ്ഫോം ടു എൻഗേജ് യുവർ നോളേജ്. കാരണം നിങ്ങളുടെ അറിവ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതല്ല. അത് വളരെ പ്രത്യേക രൂപത്തിൽ ഡിസൈൻ ചെയ്ത ഏതാനും ആളുകൾക്ക് മാത്രം ലഭിക്കേണ്ടതാണ്. അവരുടെ മുന്നിൽ മാത്രമാണ് നിങ്ങളുടെ നോളജ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. സോ നെവർ യൂസ് ഈച്ച് ആൻഡ് എവറി പ്ലാറ്റ്ഫോംസ്. നമ്മുടെ ചുറ്റുപാട് ധാരാളം വേദികളുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ധാരാളം ക്ഷണം കിട്ടും. പല ആളുകളും നിങ്ങളെ എന്നും വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ വേദിയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ആ വേദികൾ ഉപയോഗപ്പെടുത്തുക. അതല്ലെങ്കിൽ വളരെ നല്ല രൂപത്തിൽ ചിരിച്ചുകൊണ്ട്
താങ്ക് യു പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുക. മറ്റൊന്നാണ് ക്രിയേറ്റ് എൻഗേജിങ് കണ്ടന്റ്. അതായത് നിങ്ങളുടെ കഴിവ് എന്തോ ആവട്ടെ, അതിൽ നിന്നും ഒരു ടേക്ക് അവേ മെസ്സേജ് എല്ലായ്പ്പോഴും ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് വളരെ ക്രിയേറ്റീവ് ആയിക്കൊണ്ടും എൻഗേജിങ് ആയിക്കൊണ്ടും നിങ്ങൾ അത്തരം ഇൻഫോർമേഷൻസ് ആളുകൾക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഒരു ട്രെയിനിങ് മേഖലയിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്ക് പലതരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പല ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാവാം. സോ എൻഗേജിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മറ്റൊന്നാണ് ബി കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ സെൽഫ് ബ്രാൻഡിങ് താല്പര്യമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ പ്രത്യേക ഏരിയയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായി നിങ്ങൾ സ്ഥിരമായി സംസാരിക്കുകയോ നിങ്ങൾ പ്രസൻറ്റേഷൻ നടത്തുകയോ അതല്ലെങ്കിൽ നിങ്ങൾ എഴുത്തിലൂടെ അറിയിക്കുകയോ മറ്റേതെങ്കിലും രൂപത്തിൽ അവരുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഓർ എവറി മന്ത് നിങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരു ക്വാളിറ്റിയാണ് സെൽഫ് ബ്രാൻഡിങ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് നെറ്റ്വർക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒരു 10-20 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും നിങ്ങളുടെ ചുറ്റുപാട് എന്ന് പറയുന്നത്. ആ ഒരു 20 കിലോമീറ്റർ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാക്കാനോ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് കൂട്ടിക്കൊണ്ടുവരാനോ നിങ്ങളുടെ കറക്റ്റ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ മെസ്സേജിനെ എത്തിക്കാനോ പലപ്പോഴും ആർക്കും കഴിയാറില്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അതുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വേദികളെ കണ്ടെത്തി ആ വേദികളിലൂടെയാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ ഏതെങ്കിലും മതസംഘടനകളുടെ വേദികളിൽ ചെന്നിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ബിസിനസ് നെറ്റ്വർക്ക് വലുതാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേ അവസരത്തിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ എവിടെയാണോ വരുന്നത് അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് തൻ്റെ ബിസിനസ്സിനെ നിങ്ങൾ സംസാരിച്ച് നോക്കൂ, നിങ്ങളുടെ ബിസിനസ് പെട്ടെന്ന് വളരും. യു ക്യാൻ യൂസ് B2B ഓർ B2C. ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇപ്പോൾ ഇന്ന് AI യുഗമാണ്. നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ AI വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ സാധ്യതകളുമുണ്ട് തകർച്ചകളുമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത് ഇപ്പോൾ AI ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് വലിയ ബാധ്യതയും തകർച്ചയും ഉണ്ടാക്കാവുന്ന രൂപത്തിലേക്ക് ഏതാനും വർഷം കൊണ്ട് AI ടെക്നോളജി നമ്മളെ കൊണ്ടെത്തിക്കും. സോ ടെക്നോളജി ഉപയോഗിക്കുന്നിടത്ത് സെൽഫ് ബ്രാൻഡിങ് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ മറ്റുള്ള വിഷയങ്ങളിലോ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ കടന്നു വരാനും നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ഥാപിച്ചെടുക്കാനും നിങ്ങളുടെ പേരിൽ എന്താ പറയുക ക്രയവിക്രയങ്ങൾ നടത്താനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനോ സാധ്യത കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകൾ ഇത്തരം വിഷയങ്ങൾ ധാരാളം കാണുന്നുണ്ട്. സോ സെൽഫ് ബ്രാൻഡിങ് ഉപയോഗിക്കുന്ന ആളുകൾ കഴിയുന്നതും AI മോഡലിൽ നിന്നും മാറിക്കൊണ്ട് നിങ്ങളുടെ റിയൽ റിഫ്ലക്ഷൻ കിട്ടുന്ന രൂപത്തിൽ നിങ്ങളുടെ മുഖം തെളിയിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഉണർന്നു നിൽക്കുക, ഉയർന്ന് ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് ബ്രാൻഡിങ് മൈ ഫ്രണ്ട്സ്. ഏപ്രിൽ 6 തിരൂർ നടക്കുന്ന പ്രോഗ്രാമിൽ കഴിയുന്ന എല്ലാ ആളുകളും എത്താൻ ശ്രമിക്കുക. സീ യു ദർ. താങ്ക് യു വെരി മച്ച്.